ഹലോ. അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ എനിക്കിപ്പോൾ ഉള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ജാക്കും കുറുമ്പന്മാരും തമ്മിൽ ഭയങ്കര ഫുട്ബോൾ കളിയാണ്. നല്ല എനർജിയിലാണ് ജാക്കി, കാരണം കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കുറുമ്പന്മാരായിട്ടുള്ള ഒരു കളി കിട്ടിയത്. അപ്പോൾ ഏട്ടനെ വെച്ചാൽ പേടിയുണ്ട്, കാരണം മിയക്കുട്ടിയും കാശിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇനി മേലെങ്ങാനും നഖം തട്ടിയാലോ എന്നൊക്കെ പേടിച്ചതുകൊണ്ട് കയറുമെന്ന് വിട്ടിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ കയറുമെന്ന് അങ്ങനെ ഇടലില്ല, ആളങ്ങനെ ഫ്രീ ആയിട്ട് വിടല. അപ്പോൾ ഇന്ന് പേടിയായതുകൊണ്ട് ഇങ്ങനെ കയറുമിട്ടിട്ടാണ് കളി. അതുകൊണ്ട് ആൾക്ക് അത്രയും ഒരു ഫ്രീഡം കിട്ടിയിട്ടില്ല, കാരണം ഓടും വഴിക്കായിട്ടിങ്ങനെ പിടിക്കുകയല്ലേ, അതുകൊണ്ട്. എന്നാലും കുറുമ്പന്മാരുടെ ഒപ്പം നല്ല കളി കേട്ടോ. കുറുമ്പന്മാർ നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മിയക്കുട്ടിക്ക് മാത്രം കുറച്ച് പേടിയുണ്ട്. ആൾ ബാക്കിലോട്ട് വലിഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മിയക്കുട്ടിനെ അങ്ങോട്ട് ഇറക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ആൾ പോണില്ല. ആൾക്ക് കുറച്ച് പേടിയുണ്ട്. കൂടിൻ്റെ ഉള്ളിലാണെങ്കിൽ ആൾ അടുത്ത് പോയി നിന്ന് കളിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് പുറത്തേക്ക് ഇറക്കിയോണ്ട് ആൾക്ക് ചെറിയ പേടിയുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ഫുട്ബോൾ കളി കാണുന്നത് കേട്ടോ. കാരണം കാശിയും റിച്ചും ഇടയ്ക്കിടെ കളിക്കുന്നതാണ്, പക്ഷേ മിയക്കുട്ടി സഞ്ചോട്ടനൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ കളിക്കലില്ല. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഇത് കാണുന്ന കുറച്ച് പേർക്ക് തോന്നുന്നുണ്ടാവും, ആരീ പൂപ്പീന്ന്. നമ്മുടെ ജാക്കിനെ വിളിക്കണതല്ല കേട്ടോ പൂപ്പീന്ന്, നമ്മുടെ കാശിയുടെ വേറൊരു നിക് നെയിമും കൂടിയാണ് കേട്ടോ പൂപ്പീന്ന് വിളിക്കും, കാശിന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ രണ്ടും വിളിക്കണത് ഒരേ ആളെയാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് തോന്നും പൂപ്പിന്ന് പറയുന്നുണ്ടല്ലോ, ആരപ്പത് ആളെന്ന്, അതുകൊണ്ട് പറഞ്ഞതാണ്. മിയക്കുട്ടി ഒന്ന് തട്ടട്ടെ, ഒരു തട്ട് മിയക്കുട്ടി തട്ടെ. മിയക്കുട്ടി തട്ടിയ കാലുകൊണ്ടടി തട്ടലിങ്ങനെ. ബോളെടുക്ക് മിയക്കുട്ടിയെ, ബോള് കാലുകൊണ്ട് തട്ടി കൊടുക്ക്. കാലുകൊണ്ട് ഇങ്ങോട്ട് തഞ്ചുട്ട കാലുകൊണ്ട് തട്ടടി മിയക്കുട്ടിയെ. മതിയായിട്